ക്യാപ്സ്യൂൾ LED ബോക്സ് എന്ന് പറയും. ത്രീ ഡി എഫക്റ്റിൽ നമുക്ക് ഓഫേഴ്സ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മോളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എവിടെയൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്നുള്ളത് ഒരു ചെറിയ ബോക്സിൽ 3D ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. മോളുകാർക്ക് മാത്രമല്ല ഇതേ സെയിം ഓഫർ ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, പിന്നെ ഫുഡ് റിലേറ്റഡ് റെസ്റ്റോറൻറ്റ്സ്, റീറ്റെയിൽ ഷോപ്സ്, ഇവൻറ്റ്സിന്, എക്സിബിഷൻസിന്, ഹോട്ടൽസ്, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ആർക്കിടെക്ചർ, എയർപോർട്ട്സ്, പിന്നെ ട്രാൻസ്പോർട്ട്, മ്യൂസിയം, തീം പാർക്സ്, ഓഫീസ്, പിന്നെ ഷോറൂംസ്. സാധ്യതകൾ അനന്തമാണ്, സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ ഇവരുടെ കച്ചവടം കൂട്ടുന്ന ഒരു പരിപാടിയാണ്. ഇതൊരു ജാപ്പനീസ് ടെക്നോളജി. അതെ അതെ. ഒരു ഫ്രണ്ട് ക്യാമറ ഉണ്ടാവും. ഞാൻ ഈ ടീഷർട്ട് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ എൻ്റെ ബോഡി അവിടെ വരും. ട്രാൻസ്പെറൻറ്റ് LED എന്ന് പറയുമ്പം നമ്മൾ ഗ്ലാസ് ഡോറിൽ, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഡോറിലും ഗ്ലാസ് വിൻഡോസിലും നമുക്ക് പരസ്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ ഇതുവരെ എവിടെയില്ല. പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളിൽ വലിയ വലിയ ഷോറൂംസിലൊക്കെ അവരുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യം, ഇപ്പോൾ കാറിൻ്റെ പരസ്യം അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ എന്തൊക്കെ ബ്രാൻഡുകളുണ്ടോ ആ ബ്രാൻഡെല്ലാം ഗ്ലാസ്സിൽ മാജിക് പോലെ ഗ്ലാസിൻ്റെ അകത്ത് വെളിച്ചമുള്ള സമയത്ത്, സൺലൈറ്റ് ഉള്ള സമയത്ത് വരെ നമുക്ക് വളരെ ക്ലാരിറ്റി ഉള്ള വിഷ്വൽസ് കിട്ടുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ അതിൻ്റെ അകത്ത് റൺ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഹോളോഗ്രാഫിക് ഫാനാണ്. നോർമലി ഫാൻ എന്ന് പറയുമ്പം കാറ്റ് കൊള്ളാനാണ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഫാൻ എന്ന് പറഞ്ഞാൽ ലോഗോസും പ്രോഡക്റ്റും ഭയങ്കര ട്രാൻസ്പെറൻസി ആയിട്ട്, അതായത് പ്രോഡക്ട്സ് എയറിൽ നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റോറിലുള്ള സാധനങ്ങളെല്ലാം ഒരു 3D എഫക്റ്റിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും 3D എഫക്റ്റ് കാണുന്നില്ല. വേറൊരു വശമുണ്ട്. ആ വശത്ത് വെറുതെ മാള് കറങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഡോർ ഉണ്ടാവും. അപ്പോൾ ആ ഗ്ലാസ് ഡോറിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗോൾഡ് ബാർ വെച്ചിട്ടുണ്ടാവും. ആ ഗോൾഡ് ബാറിൽ ചിലപ്പോൾ ആരാണോ ഓഫർ ചെയ്യുന്നത്, ഇപ്പോൾ ടെക്സ്റ്റൈൽ ബേസിക്കിൻ്റെ ഒരു ടീഷർട്ട് ആയിരിക്കാം, അത് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾഡ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ആ ബാറിൽ അവരുടെ പരസ്യം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സൊക്കെ അതിൽ കണക്ട് ചെയ്ത് നമ്മൾ അതിനെ വൈറലാക്കുക. നമുക്ക് എന്ത് ഉൽപ്പന്നങ്ങളും സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3D എഫക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്.